ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൺ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത്. വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതി ഒരു ഐറ്റം, പിന്നെ കറിയൊന്നും ആവശ്യമില്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് തലേ ദിവസം തന്നെ നമ്മൾ കുതിർത്ത് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള 2 കപ്പ് പച്ചരി, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവോള, കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പച്ചമുളക്, മല്ലിയില. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചരിയുടെ മിക്സും അതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 2 മീഡിയം സൈസ് സവോള, പിന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഫ്രൈ പാനിന് പകരം ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണ, വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 1.5 കയ്യിലാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇതാ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നീട് തുറന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിൽ നിന്ന് കുറച്ച് അതിൻ്റെ മീതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് പിന്നെ മറിച്ചിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടും. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിൽ വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. പിന്നെ വേറെ കറിയോ വേറെ സൈഡ് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല മുട്ട സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ വൈകാതെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.